ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 ദി എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങളിൽ നിന്ന് മാനസികമായി അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കമൻറ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ ജെൻഡർ കാറ്റഗറിയിൽ വരുന്നവർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ നോക്കാവുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് മാത്രമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വ്യക്തി അകന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് റിലാക്സ്ഡായി വളരെ പോസിറ്റീവായിരുന്നുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിങ്ങിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊണ്ടുവന്ന് ഇത് കാണാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാനസികമായി അകന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നത്? ഹെയറോഫന്റ്, Ten of Swords, World card, Eight of Swords, അവർ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിലുണ്ടാക്കി അവർ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിലുണ്ടാക്കി നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു എനർജി വന്നിരിക്കുന്നത്. Ten of Swords, Eight of Swords, അതുപോലെ തന്നെ Four of Swords. ഓക്കെ, അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു Four of Swordsൻ്റെ എനർജിയും ഇവിടെ വന്നു. അപ്പോൾ അവർ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവരിങ്ങനെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Two of Cups ആണ്. നമുക്ക് Six of Wands ആണ് ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നത്? മാനസികമായി ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം, മാനസികമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ അകന്ന് നിൽക്കുന്നത്? ദ ബർഡൻ, ഹെയറോഫന്റ് എനർജി വന്നിരിക്കുന്നത് ബർഡൻ ആണ്. Traveling, past lives, we are the world. നോക്കൂ, വേൾഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്ന അവർ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന, അവർ ഏറ്റവും മനസ്സിനോട് അടുത്ത് കണ്ടിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരു ലോകം പോലെ ഇരുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലോകം തന്നെ ആയിരുന്നു. സോ അങ്ങനെ ഒരു ബന്ധമായിരുന്നു. കറേജ് ആൻഡ് ടു ഓഫ് കപ്സിന് വന്നിരിക്കുന്നത് പാർട്ടിസിപ്പേഷനാണ്. ടു ഓഫ് കപ്സ് പാർട്ടിസിപ്പേഷൻ, ടു ഓഫ് കപ്സ്, റീബർത്ത്. വാവ്, വളരെ പോസിറ്റീവായിട്ടുള്ള ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന രണ്ടും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. സിക്സ് ഓഫ് വാൻസും റീബർത്തും. എന്തായാലും എത്ര മാനസികമായി അകന്ന് നിന്നാലും അവർ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ആത്മബന്ധത്തോട് കൂടിയിട്ട് ഇരുന്ന ഒരു ബന്ധമായിട്ട്, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സോൾ ടു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധം കീപ്പ് ചെയ്തിരുന്ന ഒരു ബന്ധമായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ചിലരുടെ ഇവിടെ കാണുന്നത് ഇതൊരു മാരേജ് റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. ട്രഡീഷണലായിട്ട് ഫാമിലി റിലേഷൻഷിപ്പായിട്ടും മാരേജ് റിലേഷൻഷിപ്പുമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഒരു ലവ് മാരേജ് തന്നെ ആയിരിക്കാം, ലവ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. പക്ഷേ അവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരുപാട് രഹസ്യങ്ങളും എല്ലാം നിങ്ങൾ പരസ്പരം എല്ലാ സീക്രട്സും ഒക്കെ കൈമാറിയിരുന്ന
ഒരു സമയത്തെന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് ഒരു മാനസികമായിട്ട് ഒന്നും ഒളിപ്പിച്ച് വെക്കാതെ എല്ലാം പരസ്പരം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്ന വളരെ പഴക്കം ചെന്നൊരു സ്നേഹബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമായിട്ടാണ് ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. സി 5 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അത് തന്നെ ഒരു ചേഞ്ചിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന റിലേഷൻഷിപ്പിൽ കുറച്ച് ബർഡൻ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ബർഡൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആശയപരമായിട്ട് ചില കാര്യങ്ങളിൽ ഒന്നിക്കാതെ വന്നു. അത് തന്നെ ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ ഒരു ജലസി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് മറ്റുള്ളവരുടെ ജലസി, കാരണം മറ്റുള്ളവർ പോലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു കണക്ഷനെ വളരെ അസൂയയോടെ നോക്കി കണ്ടിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ഉള്ളതായിട്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും ബേണിങ്, അവരുടെ ഉള്ള് എരിഞ്ഞുകൊണ്ട് അവർ നോക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബർഡൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിലേക്ക് വന്നിട്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇമോഷണലി എൻഡ് ആകാനായിട്ടുള്ള ഒരു പലരുടെയും ഇവിടെ ഇമോഷണലി നിങ്ങൾക്ക് ഇവിടെ എൻഡായി പോയതായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ അത്രത്തോളം വളരെ മാനസികമായി അത്രയും വിഷമത്തിലൂടെ നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു. ട്രാവലിംഗ് ആണ്. അതായത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഇത്രയും സോളിഡായി ഇരുന്ന ഒരു ബന്ധത്തെ ഈ ഒരു ബന്ധമെന്നുള്ളത് ഒരു 10 ഓഫ് സോഡിൻ്റെ ഒരു എനർജിയിലേക്ക്, ആ ഒരു എനർജിയിലേക്ക് ചേഞ്ചായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു മറ്റുള്ളവരുടെ കണ്ണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു എനർജി, നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വിള്ളൽ വന്നിട്ടുള്ളതായിട്ടും, അങ്ങനെ നിങ്ങൾ മാനസികമായി തകരുന്ന രീതിയിൽ, ഈ 2 പേരും മാനസികമായിട്ട് തകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും, അങ്ങനെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളതുമായിട്ടാണ് കാണുന്നത്. നിങ്ങളും ഇവിടെ മാനസികമായി തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും മാനസികമായിട്ട് തകർന്ന നിലയിലും, അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി കാണാനായിട്ട്, അതായത് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം യുണൈറ്റഡ് ആയിട്ടാണ് ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്നിരുന്നത് എന്നുള്ളത് കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് വന്ന് അവരുടെ കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥയാണ്. അവർക്ക് പോലും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധനത്തിൽ നിൽക്കുന്ന, ബന്ധിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ മൈൻഡിനെ ഒത്തിരി നെഗറ്റീവാക്കി ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ താങ്കളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഈഗോ വർദ്ധിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈഗോ വർദ്ധിക്കാനൊക്കെയും കാരണം ഈ പുറത്തു നിന്ന് വന്ന ഈ ഒരു നെഗറ്റീവ് എനർജി അവരെ സാരമായിട്ട്, നിങ്ങളെ 2 പേരെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരാൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി വളരെ ഡൗൺ ആയി, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അറ്റുപോയ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എൻഡായി പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിങ്ങൾ മാനസികമായിട്ട് വിഷമിച്ച് ഒരവസ്ഥ. അതേസമയം ആ ഒരു വ്യക്തിക്കും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അത് വരണമോ വേണ്ടയോ എന്താണ് ഇതിനൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ ബന്ധിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കാൻ ഇപ്പോൾ ആളെ കെട്ടിവരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം പാസ്റ്റിനെ കുറിച്ച് ഓർത്തും ആളിപ്പോൾ വളരെ ദുഃഖിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. മാനസികമായിട്ട് അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ യാഥാർത്ഥ്യം പറഞ്ഞാൽ നിങ്ങൾ 2 വ്യക്തികൾക്കും ഈ ഒരു വ്യക്തിയില്ലാതെ പരസ്പരം നിങ്ങൾ 2 പേരും അത്രമാത്രം ഇപ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ, നിങ്ങളുടെ ആന്തരികമായിട്ട് മാനസികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോഴും 2 പേരും പരസ്പരം അത്രയും ഡീപ്പായിട്ട് കണക്റ്റഡ് ആയി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീഷൻ ആയിപ്പോയി, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് ആൾ നമ്മളിൽ നിന്ന് പോയോ എന്നുള്ളൊരു സംശയത്തിലൊക്കെയാണ് 2 പേരും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പരസ്പരം ഒരു തന്നെ മറ്റൊരാൾക്ക് നിങ്ങൾ പരസ്പരം നിങ്ങളൊരു ലോകമായിരുന്നു, ആ ഒരു വ്യക്തിയുടെ ലോകം നിങ്ങളായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലോകമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ പരസ്പരം ഒരുപാട് ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആശയങ്ങളൊക്കെ പരസ്പരം കൈമാറിയിരുന്ന
ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു പരസ്പരം. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചില സമയത്തൊക്കെ ആ ഒരു വ്യക്തിയെ ഓർത്ത് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിയും നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി മാനസികമായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ ഒരുപാട് അകന്ന് നിൽക്കുന്നതിൻ്റെ കാരണം മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തെ, അവരുടെ അസൂയ അല്ലെങ്കിൽ ആ ഒരു ജലസി നിങ്ങളുടെ ബന്ധത്തെ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ കാണുന്നത് ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു റെസ്റ്റ് മോഡിൽ പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു 4 ഓഫ് സോഡിൻ്റെ എനർജിയും കറേജ് എന്ന് പറയുന്നതും വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി പോയിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വ്യക്തി ഇപ്പോഴൊരു ഇതിനെക്കുറിച്ചൊരു പ്രതീക്ഷ ആളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആൾക്കത് പുറത്തേക്ക് അത് കൊണ്ടുവരാൻ പറ്റാതെ ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ ഒരു വ്യക്തി എപ്പോഴും വേണമെങ്കിലും ആക്ഷൻ എടുക്കാം. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾ ചിന്തിക്കുന്നത് ഇതിനുള്ള സൊല്യൂഷൻസ് ആണ്. ഈ ഒരു നിങ്ങളുമായിട്ട് മാനസികമായി അകന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ആൾ തന്നെ ഇങ്ങനെ സെൽഫായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ള വ്യക്തികൾ കാരണമാണ് ഈ ഒരു വിൻഡോയും ഈ ഒരു മറ്റ് വ്യക്തികളെയും കാണിക്കുന്നത്. ഈ വ്യക്തി തന്നെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയത് ഈ ഒരു ബന്ധത്തെ ജലസിയോട് അസൂയയോട് കണ്ടിരുന്ന മറ്റ് വ്യക്തികളാണ്. ആ ഒരു വ്യക്തിയൊക്കെ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. ആൾ ഈ ഒരു സിറ്റുവേഷൻസൊക്കെ അനലൈസ് ചെയ്ത് ആൾ തന്നെ മനസ്സിലാക്കി ഇതിനകത്ത് പുറത്തു നിന്നുള്ളവർ കളിച്ചിട്ടുണ്ട്. അത് കാരണം കൂടിയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ അറ്റുപോകാനായിട്ട്, അല്ലെങ്കിൽ അതിനിടയ്ക്കൊരു സ്റ്റക്ക് എനർജി വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് എത്താനായിട്ടോ കാരണമായത് എന്നിവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു റീബർത്ത് വേണം. ഇവിടെ കണ്ടാൽ അറിയാം, റീബർത്ത് എന്നാണ് കാണിക്കുന്നത്, കറേജ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ മുഖംമൂടികളൊക്കെ കെട്ടിവെച്ചിരുന്ന, അതായത് ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളൊക്കെ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു പൊളിറ്റിക്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിൽ വീണ്ടും ഈ ഒരു റീബർത്ത് വേണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കണ്ടാൽ അറിയാം 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, പാർട്ടിസിപ്പേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു കപ്പ് എനർജിയുമായിട്ട് ആൾ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിങ്ങളുമായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ, ഒരു കൊളാബറേഷൻ, നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ആ വ്യക്തി ഡീപ്പായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാലും അറിയാം 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ആ ഒരു പ്ലാനിങ്ങിലാണ്. ഇവിടെ നോക്കൂ, ആ ഒരു വ്യക്തി പ്ലാനിങ്ങിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു ഡീപ്പ് കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം മറ്റാർക്കും അത് തകർക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു കുറ്റബോധവും ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി അങ്ങനെ കുറ്റബോധത്തിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരുപക്ഷെ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ. ആ ഒരു സിറ്റുവേഷനെ ആൾ തന്നെ ഇപ്പോൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൾ ഏറ്റവും വേഗത്തിൽ തന്നെ ഇപ്പം തന്നെ അവിടുന്ന് ട്രാവൽ ചെയ്ത് തുടങ്ങി, പ്ലാൻ ചെയ്ത് തുടങ്ങി, മാനസികമായിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അടുത്ത് തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ റീഡിങ്ങിലെ എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.